ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. കൊച്ചമ്മണി അങ്ങോട്ട് മാറി നിന്നുകൊണ്ട് ഫോൺ എടുത്ത് അമ്പിയേക്ക് വിളിക്കുവാണ്. അമ്പിയ ആ സമയത്ത് ഫോൺ കണ്ടിട്ട് ഇതേത് മാരണമാണോ ഈ സമയത്ത് വിളിക്കുന്നത് എന്നും പറഞ്ഞാൽ ഫോൺ എടുത്ത് അറ്റൻഡ് ചെയ്യുവാണ്. അപ്പോൾ കൊച്ചമ്മണി പറയുക, ഇത് ഞാനാ കൊച്ചമ്മണിയമ്മ. ഓ, മുണ്ടയ്ക്കൽ കൊച്ചമ്മണിയമ്മ അല്ലേ എന്നിങ്ങനെ അംബിക ചോദിക്കുന്നുണ്ട്. അത് മാഡം, ഞാൻ അപ്പം തന്നെ ജോലിയിൽ അങ്ങ് പ്രവേശിച്ചു. ചാരപ്പണിയേ. ഓ, എന്നിട്ടിപ്പോൾ എന്തെങ്കിലും കിട്ടിയോ? അമ്പിക അങ്ങനെ ചോദിക്കുമ്പോൾ വലിയ സന്തോഷത്തോടെ നമ്മുടെ കൊച്ചമ്മണി പറയാ, കിട്ടിയല്ലോ. ആ മന്ത്രിപുത്രിയും അവിടെ പ്രാണനാഥനും ഒക്കെ ഇങ്ങനെ അങ്ങ് ലയിച്ചു പോയാലേ ആകെ കുഴഞ്ഞു പോകുമല്ലോ. അത് കേട്ടിട്ട് അമ്പിക പറയാ, എൻ്റെ കൊച്ചമ്മണിയമ്മയെ ഒന്ന് എന്താണെന്ന് വെച്ചാൽ വ്യക്തമായിട്ട് പറ. അതെ, ഇവിടെയാണെങ്കിൽ കൃതിയയ്ക്ക് ഭയങ്കര പനിയാ. ആ ഭർത്താവ് കോന്തനുണ്ടല്ലോ, അവൻ്റെ ഒരു ആദിയും വ്യാധിയും വെപ്രാളവും മരുന്ന് കൊടുക്കുന്നു, പച്ചലകൾ പറിച്ചുകൊണ്ട് വന്ന് ആവി പിടിപ്പിക്കുന്നു, കഞ്ഞി കോരിക്കൊടുക്കുന്നു, അങ്ങനെ വെരികിനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയൊക്കെ നടക്കുന്നു. ഇങ്ങനെയൊക്കെ കൊച്ചമ്മണി അങ്ങോട്ട് പറയുമ്പോൾ അംബിക പറയുക, ഓഹോ, അപ്പോൾ അങ്ങനെയൊക്കെയാണോ അവിടുത്തെ കാര്യങ്ങളൊക്കെ? ഇവരെ ഇങ്ങനെ മുന്നോട്ട് വിട്ടാലേ പിന്നെ പിടിച്ചാൽ പിടി കിട്ടത്തില്ല അംബിക മാഡം. അപ്പോൾ അംബിക പറയുക, അവരിപ്പോൾ ഭാര്യയും ഭർത്താവും അല്ലേ മുണ്ടയ്ക്കലമ്മേ, അവരെ പിന്നെ നമുക്ക് വിലക്കാൻ പറ്റുമോ? അതിനല്ലേ അംബിക മാഡം ഈ കൊച്ചമ്മണി ഒരു വേലയും കൊണ്ട് വന്നിരിക്കുന്നത്. അവരെ രണ്ടുപേരെയും അങ്ങനെ ചക്കര ഈച്ചയും പോലാക്കാതെ നല്ല ഒന്നാം തരം കീരിയും പാമ്പും പോലാക്കണം. സംഗതിയൊക്കെ കൊള്ളാം മുണ്ടയ്ക്കലമ്മേ, പക്ഷേ അത് മുണ്ടയ്ക്കലമ്മയെ കൊണ്ട് പറ്റുമോ? അത് കേട്ടിട്ട് കൊച്ചമണി വലിയ ഗംഭീര ഗൗരവത്തോടെ പറയുക, അല്ല മേഡം എന്നെക്കുറിച്ച് എന്താ കരുതിയിരിക്കുന്നത്? എൻ്റെ ബയോഡാറ്റ എന്താണെന്ന് മേഡത്തിന് അറിയാവോ? 18 കല്യാണങ്ങളാണ് ഞാൻ മുടക്കിയിരിക്കുന്നത്. 12 ഭാര്യ ഭർത്താക്കന്മാരെ നല്ലോണം ജീവിച്ചവരെ തങ്ങളിൽ വഴക്കിടിച്ച് വിവാഹമോചനം നടത്തി കൊടുത്തവളാണ് ഞാൻ. അയ്യോ, അപ്പോഴേ മുണ്ടയ്ക്കലമ്മ സാധാരണക്കാരി അല്ലല്ലോ, ഒരു ജഗജല്ലിയാണല്ലോ എന്നിങ്ങനെ അംബിക പറയുന്നുണ്ട്. കൂർമ്മ ബുദ്ധിക്കാരിയാണ് ഞാൻ. രാജുവും ഹൃദയയും രണ്ടായി വേർപിരിക്കാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അംബിക മേഡം അല്ലേ? അതെനിക്ക് നന്നായിട്ടറിയാം. അവരെ രണ്ടുപേരെയും തല്ലിപ്പിരിക്കാൻ കഴിഞ്ഞാൽ എന്ത് ചോദിച്ചാലും കൊച്ചമ്മണിയമ്മയ്ക്ക് ഈ അംബിക തന്നിരിക്കും. എന്നാലേ അതൊക്കെ പുറകെ ഇപ്പം ഞാൻ ചെയ്ത ഈ ചാരപ്പണിക്കുള്ള പൈസയെ എൻ്റെ അക്കൗണ്ടിലോട്ട് ഇപ്പം തന്നെ ഇട്ട് തരണം. എൻ്റെ അക്കൗണ്ട് നമ്പർ ഞാൻ അങ്ങോട്ട് ഇട്ട് തരാവേ. അക്കാര്യത്തിലൊന്നും മുണ്ടയ്ക്കലമ്മ പേടിക്കേണ്ട, ഇപ്പം തന്നെ അക്കൗണ്ടിൽ പൈസ വന്നിരിക്കും എന്നിങ്ങനെ അംബിക പറയുന്നുണ്ട്. അങ്ങനെ എന്തോ ഒരു വലിയ രഹസ്യം ചോർത്തി കൊടുത്ത സന്തോഷത്തിൽ കൊച്ചമ്മണി അങ്ങനെ ഫോൺ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുവാണ്. ആ സമയത്ത് ജയൻ അങ്ങോട്ട് വരുന്നുണ്ട്. ഫോണും പിടിച്ചുകൊണ്ട് കൊച്ചമ്മണി അവിടെ നിൽക്കുന്ന കണ്ടുകൊണ്ട് ജയൻ മനസ്സിൽ പറയുന്നുണ്ട്, ഈ തള്ള ആർക്കോ ഫോൺ ചെയ്തിട്ടുണ്ടല്ലോ, എന്തൊക്കെയോ തരികിട പരിപാടി ചെയ്യുന്നുണ്ടല്ലോ. ജയൻ അടുത്തോട്ട് വന്ന് ചോദിക്കുന്നു, നിങ്ങൾ ആർക്കാ ഫോൺ ചെയ്തത്? അതെ, എനിക്ക് സൗകര്യമുള്ളവർക്ക്. നീ ആരാടാ അതൊക്കെ ചോദിക്കാൻ? മര്യാദയ്ക്ക് ജീവിച്ചോണം, അല്ലെങ്കിലേ ആർക്ക് വേണമെങ്കിലും പാര വെക്കാൻ ഈ കൊച്ചമ്മണി മടിക്കത്തില്ല. അവർ തമ്മിലുള്ള ബഹളമൊക്കെ കേട്ടോണ്ട് പെട്ടെന്ന് രാധമ്മയും പ്രിയയും അങ്ങോട്ട് വരുന്നുണ്ട്. എന്താന്ന് ചോദിക്കുമ്പോൾ ദേഷ്യത്തോടെ കൊച്ചമ്മണി അങ്ങ് പോവുകയാണ്. ഈ തള്ള ഇവിടുന്ന് പറഞ്ഞു വിട്ടോണം, ഇല്ലെങ്കിലേ ഇവരെൻ്റെ കഞ്ഞിയിൽ മണ്ണ് വാരിയിടും എന്ന് പറഞ്ഞിട്ട് പ്രിയയുടെ കയ്യിലോട്ട് വേണ്ട നീ പറഞ്ഞ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് എന്നും പറഞ്ഞ് കൊണ്ടുവന്ന ആ ക്യാരി ബാഗ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ പ്രിയ ആ ബാഗും വാങ്ങി രാധമ്മയായിട്ട് അടുക്കളയിലോട്ട് പോവുകയാണ്. അടുക്കളയിൽ രാധമ്മ അങ്ങനെ ഇഡ്ഡലിക്ക് മാവൊക്കെ ഇങ്ങനെ കോരി ഒഴിക്കുന്നുണ്ട്. അപ്പോൾ പ്രിയ പറയുക, ഭാര്യയ്ക്കൊരു പനി വന്നപ്പോഴേ ഭർത്താവിൻ്റെ ടെൻഷനൊന്ന് കണ്ടറിയേണ്ടത് തന്നെ. പ്രിയ അങ്ങനെ പറഞ്ഞപ്പോൾ രാധമ്മ പറയുക, ദൈവമായിട്ട് ആ പനി ഉണ്ടാക്കിയെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയെങ്കിലും അവിടെ രണ്ടുപേരുടെയും പിണക്കം അങ്ങ് മാറിയല്ലോ. അമ്മ വാ, വേണമെങ്കിൽ കാണിച്ചു തരാം എന്നും പറഞ്ഞ് രാധമ്മയും കൂട്ടിയിട്ട് പ്രിയ പോകുന്നുണ്ട്. ഈ സമയത്ത് ഋതികയാണെങ്കിൽ ഇങ്ങനെ തണുത്ത് വിറച്ച് കിടക്കുവാണ്. രാജുവാണെങ്കിൽ പുതപ്പൊക്കെ എടുത്ത് നല്ലതുപോലെ ഇങ്ങനെ പുതപ്പിച്ച് കൊടുത്തിട്ട് പറയുന്നു, ഇനി മേഡം ഉറങ്ങിക്കോ, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല രാജു, നല്ല മേലുവേദനയാണ്. വൈറൽ ഫീവർ അല്ലേ മേഡം, ഇന്നത്തേക്ക് നല്ല ക്ഷീണം കാണും, നാളത്തേക്ക് എന്തായാലും അല്പം കുറവ് കാണും എന്നിങ്ങനെ പറയുമ്പോൾ ഋതിയെ അങ്ങ് ചുമയ്ക്കുന്നുണ്ട്. പെട്ടെന്ന് രാജു ഋതിയയ്ക്ക് ചൂട് കാപ്പി കൊടുത്തിട്ട് പറയുന്നു, മേഡം ഇത് നല്ല ചൂടുണ്ട്, മേഡം ഇത് കുറേശ്ശെ അങ്ങോട്ടൊന്ന് കുടിക്ക്, നല്ല ആശ്വാസം ഉണ്ടാകും. അങ്ങനെ ഋതിയെ ഇങ്ങനെ രാജു മെല്ലെ തടവി കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. മേഡം ഇനി കിടന്നോ, ഒന്ന് ഉറങ്ങിക്കോ എന്നൊക്കെ പറയുവാണ് രാജു ഇനി കിടന്നോളൂ എന്നിങ്ങനെ ഋതിയെ പറയുമ്പോൾ, ഇല്ല ഞാനിവിടെ ഇരിക്കാം, മേഡം ഉറങ്ങിക്കോളൂ എന്നും പറഞ്ഞ് വീണ്ടും ഋതികയെ ഇങ്ങനെ തലോടുന്നുണ്ട് രാജു. ഈ സമയത്ത് രാധമ്മയാണെങ്കിൽ വളരെ ടെൻഷനോടുകൂടി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുവാണ്. ഇത് എവിടെ പോയിരിക്കുമോ വേണുവേട്ടൻ, ഇതെന്താ ഇത്രയും താമസിക്കുന്നത്? ആ സമയത്ത് നമ്മുടെ വേണുവേട്ടൻ അങ്ങോട്ട് കയറി വരുന്നുണ്ട്.
എന്താ വേണുവേട്ടാ, ഇത്രയും താമസിക്കുമെങ്കിൽ ഒന്ന് വിളിച്ചു പറഞ്ഞുകൂടെ? ഞാൻ എത്ര നേരമായിട്ട് ഇങ്ങനെ കാത്തിരുന്ന് വിഷമിക്കുമായിരുന്നെന്നറിയാവോ? മറ്റുള്ളവരുടെ വിഷമം മനസ്സിലാക്കാതിരിക്കുമ്പോഴാണ് ഈ സങ്കടം വരുന്നത്. വേണുവേട്ടൻ ഇന്ന് എവിടെയായിരുന്നു ഇത്രയും നേരം? അതെൻ്റെ രാധമ്മേ, വഴിയിൽ വെച്ചൊരു പരിചയക്കാരനെ കണ്ടു. അയാളുമായിട്ട് സംസാരിച്ചുകൊണ്ട് നിന്ന് സമയം പോയതങ്ങ് അറിഞ്ഞില്ല. നീ ഒന്ന് ക്ഷമിക്കെൻ്റെ രാധമ്മേ. അല്ല രാധമ്മേ, എല്ലാവരും കിടന്നോ? ആ, എല്ലാവരും കിടന്നു. രാജു ഉറങ്ങി കാണത്തില്ല. ഹൃദയ മോൾക്കൊരു പനി. ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയായിരുന്നു. മരുന്നൊക്കെ വാങ്ങി കൊടുത്തിട്ടുണ്ട്. വൈറൽ ഫീവറാ, റെസ്റ്റ് എടുത്താലേ മാറത്തുള്ളൂ. എന്നാലിപ്പോൾ അവർ കിടന്നില്ലേ, ഇനിയിപ്പം നാളെ അവരെ പോയി കാണാം എന്നിങ്ങനെ വേണുവേട്ടൻ പറയുന്നുണ്ട്. എന്നാലിനി വേണുവേട്ടൻ ഇരിക്ക്, ഞാൻ ആഹാരം വിളമ്പിത്തരാം എന്നിങ്ങനെ രാധമ്മ പറയുമ്പോൾ, ഇല്ല രാധേ, ഞാൻ കഴിച്ചു, എനിക്ക് വല്ലാത്ത ക്ഷീണം, ഞാനൊന്ന് കിടന്നോട്ടെ എന്നും പറഞ്ഞ് വേണുവേട്ടൻ അങ്ങ് പോവുകയാണ്. എന്നാൽ ഞാൻ അടുക്കളയെല്ലാം ഒതുക്കി വെച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് രാധമ്മ അടുക്കളയിലൊട്ടും പോകുന്നുണ്ട്. രാവിലെ ഹൃതിക ഇങ്ങനെ കണ്ണു തുറന്ന് നോക്കുമ്പോൾ രാജു നല്ല ഉറക്കത്തിലാണ്. ഉറങ്ങിക്കിടക്കുന്ന രാജുവിനെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഹൃതിക മനസ്സിൽ പറയുന്നു, പാവം, എനിക്ക് സുഖമില്ലാതിരുന്നതുകൊണ്ട് രാത്രി ഒരുപോലെ കണ്ണുപോലും അടച്ചു കാണത്തില്ല. എൻ്റെ കാവൽക്കാരൻ, മൈ സേവിയർ, എൻ്റെ ബോഡി ഗാർഡ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ഹൃതിക ഇങ്ങനെ രാജുവിൻ്റെ അടുക്ക പതുക്കെ വന്നിങ്ങനെ ഇരുന്നിട്ട് രാജുവിനെ തട്ടി വിളിക്കുന്നുണ്ട്. രാജു പെട്ടെന്ന് എഴുന്നേറ്റിട്ട് ചോദിക്കുന്നു, അയ്യോ മേഡം, എഴുന്നേറ്റിട്ട് ഒത്തിരി നേരമായോ? ഇല്ല രാജു, ഞാൻ വെളുപ്പാങ്കാലത്ത് എപ്പോഴോ അങ്ങ് മയങ്ങിപ്പോയി മേഡം. സാരമില്ല, രാജു ഉറങ്ങിക്കോ. ഇല്ല, ഇനി ഉറങ്ങണമെന്നില്ല മേഡം. മേഡത്തിനിപ്പോൾ പനി എങ്ങനെയുണ്ട്? കുഴപ്പമില്ല രാജു. രാജു പെട്ടെന്ന് ഹൃതികയുടെ നെറ്റിയിലും കഴുത്തിലും കവിളിലും ഒക്കെ ഇങ്ങനെ തൊട്ട് നോക്കുവാണ്. ഹൃതിക ഇങ്ങനെ രാജുവിനെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുക. രാജു പറയുന്നു, ഇപ്പം ചൂടില്ല മേഡം, മേഡം ഇരിക്ക്, മേഡത്തിന് ഞാൻ പോയി ഇപ്പോൾ ചൂട് കാപ്പി എടുത്തുകൊണ്ട് വരാം. അങ്ങനെ രാജു അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഹൃതികയ്ക്ക് വല്ലാത്ത ചുമ വരുന്നുണ്ട്. ഹൃതിക അങ്ങനെ ചുമച്ചുകൊണ്ടിരിക്കുമ്പോൾ രാജു പെട്ടെന്ന് കോഫിയുമായിട്ട് വന്ന് ഹൃതികയുടെ കയ്യിൽ കൊടുത്തത് കുടിപ്പിക്കുവാണ്. ഹൃതികയാണെങ്കിൽ രാജുവിനെ നോക്കിയിട്ട് ഇങ്ങനെ മനസ്സിൽ പറയുന്നു, എന്തൊരു കെയറിങ് ആണ് രാജുവിന് എന്നോട്. രാജു ഇന്നലെ ഒട്ടും ഉറങ്ങി കാണത്തില്ലല്ലോ, രാജു ഉറങ്ങിക്കോളൂ എന്നിങ്ങനെ ഹൃതിക പറയുമ്പോൾ, മേഡത്തിന് എന്തെങ്കിലും അസുഖം വന്നാൽ പിന്നെ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വേണുവേട്ടൻ അങ്ങോട്ട് കയറി വരുന്നുണ്ട്. പനി കുറവുണ്ടോ മോളെ? കുറവുണ്ടെങ്കിലേ, ഞാൻ ഇന്നലെ ഒരിടം വരെ പോയിരുന്നു, വന്നപ്പോൾ ഒരുപാട് താമസിച്ചാണ് വന്ന്, അതാ ഞാൻ വന്ന് മോളെ കാണാഞ്ഞത്. അത് കുഴപ്പമില്ലെങ്കിലേ, ചിലപ്പോൾ വൈറൽ ഫീവർ ആയിരിക്കും മോളെ, ഇത് 3-4 ദിവസം എടുക്കും ഇതൊന്ന് മാറാൻ. മോള് റെസ്റ്റ് എടുത്ത് മരുന്ന് മുടങ്ങാതെ കഴിച്ചാൽ മതി, അതങ്ങ് പെട്ടെന്ന് മാറിക്കോളും. എടാ രാജു, എനിക്ക് നിന്നോടൊരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു എന്നിങ്ങനെ വേണുവേട്ടൻ പറയുമ്പോൾ രാജു പറയുന്നു, മേഡത്തിന് കുളിക്കാനുള്ള ചൂടുവെള്ളം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടച്ചാ, അത് ഞാൻ എടുത്തുകൊണ്ട് പോയി ബാത്റൂമിൽ വെച്ചിട്ട് വരാം എന്നും പറഞ്ഞ് രാജു പോവുകയാണ്. അത് കണ്ട് വേണുവേട്ടനും ഹൃതികയും ചിരിക്കുവാണ്. ഹൃതിക പറയുന്നു, എനിക്ക് പനിയാണെന്ന് അറിഞ്ഞത് മുതൽ രാജു മുറിയിൽ നിന്ന് പോയിട്ടേയില്ല. അവൻ അങ്ങനെയാ മോളെ, മോളെപ്പോലെ അവനും സ്നേഹിക്കാൻ മാത്രമേ അറിയാവൂ. ഈ സമയത്ത് ഇഡ്ഡലിയും സാമ്പാറും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന രാധമ്മ പ്രിയയോട് പറയുന്നു, അല്പം ചമ്മന്തി കൂടെ അരയ്ക്കാം, മോക്ക് വായിക്ക് രുചിയില്ലാത്തതല്ലേ, അപ്പോൾ ഏതാ ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ കഴിക്കട്ടെ. ഇഡ്ഡലി ആവിയിൽ വേവുന്നതാണല്ലോ, അപ്പോൾ അത് പനിയുള്ളവർക്കൊക്കെ കഴിക്കാൻ വളരെ നല്ലതാണ്. പ്രിയ ചിരിച്ചോണ്ട് പറയുക, ഈ രാജുവിൻ്റെ വെപ്രാളമൊക്കെ കണ്ടാലേ ഹൃതിക മോളേത് ഓപ്പറേഷൻ തിയേറ്ററിലാണെന്നാണ് തോന്നുന്ന പോലെ. ഇക്കണക്കിന് ഹൃതിക മോളെന്ന് ഗർഭിണിയോ മറ്റോ ആയാലോ രാജു ഓട്ടം തന്നെ ആയിരിക്കും. അത് കേട്ട് രാധമ്മയും ചിരിച്ചോണ്ട് പറയുക, എന്നാൽ പിന്നെ ഈ വീടും മോളെ കൊണ്ടുപോയ ഹോസ്പിറ്റലും അവൻ പൊളിച്ചടുക്കും. ലേബർ റൂമിൽ കയറി നേഴ്സന്മാരെ അവൻ തല്ലുവോന്ന് അമ്മ എൻ്റെ പേടി എന്നിങ്ങനെ പ്രിയ ചിരിച്ചോണ്ട് പറയുവാണ്. അങ്ങനെയൊന്നും പറഞ്ഞ് നീ എൻ്റെ മോനെ കളിയാക്കണ്ട എന്നിങ്ങനെ രാധമ്മ പറയുമ്പോൾ പ്രിയ പറയുക, അതിനവർ ഒരുമിച്ച് ഭാര്യ ഭർത്താക്കന്മാരായി ജീവിച്ചെങ്കിലല്ലേ കുട്ടികളൊക്കെ ഉണ്ടാകത്തുള്ളൂ. എന്താ പ്രിയ, നീ എന്തായി പറയുന്നത് എന്നിങ്ങനെ രാധമ്മ ചോദിക്കുക. എൻ്റെ അമ്മയെ അവൻ ഋതുമോളെ മേഡം മേഡോ എന്നാണ് വിളിക്കുന്നത്, അതായത് ദേവി ദേവിന്ന്. നീ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല പ്രിയേ. എൻ്റെ അമ്മയെ അവൻ അവളോട് മുടിഞ്ഞ ഭക്തിയാ. ഭക്തിയോ? നീ എന്തായി പറയുന്നേ? ഭക്തി എന്ന് വെച്ചാൽ ഭക്തി, ഒരു ഭഗവതിയോട് പെരുമാറുന്ന പോലെ അവൻ ഋതുമോളോട് പെരുമാറുന്നത്. നീ ഒന്ന് പോടി പ്രിയേ, അവനെ ഋതുമോളെ ജീവനാ. നീ കണ്ടില്ലേ പനിക്കൂർക്കയില പറിക്കാൻ പോയതും തുളസിയില നുള്ളിയതും ആവി പിടിക്കാൻ ഓടിയതും ഒക്കെ. ഋതുമോൾക്ക് എന്തെങ്കിലും പറ്റുമോ എന്നുള്ള പേടിയാവന്. അല്ല, നിന്റെ അച്ഛനും വലിയ മോശക്കാരനൊന്നും അല്ല കേട്ടോ. ഞാൻ ഗർഭിണിയായിട്ടിരിക്കുമ്പോൾ എന്നെ പ്രസവത്തിന് കൊണ്ടുപോയപ്പോഴേ എല്ലാവരും ചോദിക്കും, രാധമ്മേ നിനക്കാണോ പ്രസവം അതോ നിന്റെ ഭർത്താവിനാണോ എന്ന്. എന്തായാലും ഇത്രയില്ലായിരുന്നു കേട്ടോ എന്നിങ്ങനെ രാധമ്മ പറയുമ്പോൾ പ്രിയ നിന്ന് ചിരിക്കുവാണ്. എൻ്റെ ഒരു നോട്ടത്തിൽ പറഞ്ഞാലേ
ഋതുമോൾ ഒരു ദേവിയും രാജുവാണെങ്കിൽ അമ്പലത്തിൽ ശല്യമായിട്ട് നടക്കുന്ന ഒരു ഭക്തനുമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇനി അവൻ അവളെ പ്രതിഷ്ഠിക്കാൻ ഒരു അമ്പലം പണിയുമോ എന്നാണ് എൻ്റെ സംശയം. നീ ഒന്ന് പോടി എന്നും പറഞ്ഞ് രാധമ്മ കളിയാക്കി ചിരിക്കുവാണ്. ഈ സമയത്ത് പ്രതാപൻ ആർക്കോ ഫോൺ ചെയ്യുന്നുണ്ട്. യാമിനി അടുത്ത് വന്ന് ചോദിക്കുന്നു, ചേട്ടാ ഒരു ചായ കൂടി എടുക്കട്ടെ? വേണ്ട യാമിനി, ഞാനിപ്പോൾ കുടിച്ചതല്ലേ ഉള്ളു. ചേട്ടൻ രാജുവിനെ കാത്തിരിക്കുവാണോ? അതേ യാമിനി, രാജു എന്ന് വരുമെന്ന് തോന്നുന്നില്ല. രാജു ചേട്ടനെ വിളിച്ചില്ലേ? ഇല്ല, ഋതുമോൾ എനിക്ക് മെസ്സേജ് ഇട്ടിരുന്നു, ഋതുമോൾക്ക് നല്ല പനിയാണെന്ന്. പനിയോ എന്നിങ്ങനെ പ്രതാപൻ ചോദിക്കുമ്പോൾ, അതേ ഏട്ടാ, വൈറൽ ഫീവർ ആണെന്നാ മോള് മെസ്സേജ് ഇട്ടിരുന്നത്. അവൾക്ക് പനി കൂടുതലുണ്ടോ? അറിയില്ല ഏട്ടാ. ഏട്ടൻ ഏതായാലും അവിടം വരെ ഒന്ന് പോയാൽ നന്നായിരുന്നു. പനി കൂടുതലൊന്നും കാണില്ല. അങ്ങനെയായിരുന്നെങ്കിൽ രാജു എന്നെ വിളിക്കുമായിരുന്നല്ലോ. എന്തായാലും ഞാൻ അവിടം വരെ പോകാം. ഈ സമയത്ത് വേണുവേട്ടൻ രാജുവിനെ വിളിച്ച് ദൂരോട്ട് മാറി നിന്ന് കാര്യങ്ങളൊക്കെ സംസാരിക്കുവാണ്. വേണുവേട്ടൻ വളരെ ശ്രദ്ധയോടെ ചുറ്റുപാടുമൊക്കെ അങ്ങ് നോക്കിയിട്ട് രാജുവിനോട് പറയുന്നു, എടാ ഇന്നലെ ഒരു സംഭവം ഉണ്ടായി, അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ വരാൻ തന്നെ വൈകിയത്. നമ്മളെ അന്വേഷിച്ചുകൊണ്ട് നടന്ന ആളെ ഞാൻ ഇന്നലെ കണ്ടുപിടിച്ച്, ജഗനെ. ആകാംക്ഷയോടെ രാജു ചോദിക്കുന്നു, എവിടെ വെച്ചാ അച്ഛാ കണ്ടുപിടിച്ചത്? ഞാൻ എവിടെ പോയാലും കുറച്ചു നാളായിട്ട് ജഗൻ എൻ്റെ മനസ്സിൽ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇന്നലെ നടന്ന കാര്യങ്ങളൊക്കെ വിശദമായിട്ട് വേണുവേട്ടൻ രാജുവിനോട് പറയുവാണ്. ഭക്ഷണവുമായി കൊണ്ടുപോയ ദീപക്കിൻ്റെ പുറകെ പോയതും അവിടെ വെച്ചങ്ങനെ ജഗന്നാഥനെ കണ്ടതും ജഗന്നാഥനെ ദീപക് ഒരുപാടിട്ട് അടിക്കുന്നതും ദീപക് അവിടുന്ന് പോയതിന് ശേഷം അങ്ങനെ അവിടുന്ന് ജഗന്നാഥനെ രക്ഷപ്പെടുത്തിയതും ഒക്കെ എല്ലാം ഇങ്ങനെ പറയുവാണ് വേണുവേട്ടൻ. എന്നിട്ടിപ്പോൾ ആ അങ്കിൾ എവിടെ ഉണ്ടച്ചാ? അതെ, ആരും അറിയാത്ത ഒരിടത്ത് ഞാൻ അവനെ ആക്കിയിരിക്കുവാണ്. ഇനി അവർക്ക് അവനെ ഉടനെ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല ജഗനെ അവിടെ വന്ന്. എന്തിനാച്ചാ അംബികാമ്മയുടെയും മകനും ഈ അങ്കിളിനെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? അതാ എനിക്ക് മനസ്സിലാകാത്തത്. അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും കഥയുണ്ടായിരിക്കും മോനെ. അച്ഛാ, സത്യത്തിൽ ഈ ജഗന്നാഥനെങ്കിലേ ഈ കഥയിലെ വില്ലൻ്റെ റോളാണോ? ഞങ്ങളൊക്കെ കൂട്ടുകാരായിരുന്നു മോനെ. ഒരിക്കലും ജഗൻ ഒരു വില്ലനാകാൻ സാധ്യതയില്ല. പിന്നെ മനുഷ്യരല്ലേ, എന്താ സംഭവിച്ചെന്ന് ശരിക്കും എനിക്ക് അറിഞ്ഞും കൂടാ. മഹാദേവവർമ്മ സാർ മരിച്ചതിന് ശേഷം ഞാൻ സൂര്യമംഗലം വിട്ടു. പ്രതാപവർമ്മ സാർ മന്ത്രിയാകുന്നതിന് മുമ്പ് തന്നെ ഞാൻ മനഃപൂർവ്വം അങ്ങ് അകന്നു മാറി. എന്തായാലും അച്ഛാ, ഇതെന്തൊക്കെയാണെന്ന് നമുക്ക് കണ്ടുപിടിച്ചേ പറ്റൂ. അതിന് ജഗൻ നമ്മുടെ കൂടെ ഇപ്പോൾ ഉണ്ടല്ലോ മോനെ. എല്ലാ കാര്യങ്ങളും നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. എന്നാലേ തൽക്കാലം ഈ കാര്യം ഇപ്പോൾ ആരും അറിയണ്ട, രഹസ്യമായി തന്നെ ഇരിക്കട്ടെ. അങ്ങനെ ചുറ്റുപാടും നോക്കിയിട്ട് വേണുവേട്ടൻ രാജുവിനോട് പറയുന്നുണ്ട്. ഈ സമയത്ത് അംബികയാണെങ്കിൽ പ്രതാപൻ്റെ അടുത്തോട്ട് വരുവാണ്. പ്രതാപ എന്നിങ്ങനെ വിളിക്കുമ്പോൾ, എന്താ ചേച്ചി, എന്തെങ്കിലും പറയാനുണ്ടോ? നീ ഓഫീസിലേക്ക് പോവുകയാണോ? അതെ, ഞാൻ രാജുവിനെ കാത്തിരിക്കുമായിരുന്നു. ഇപ്പോഴാണ് യാമിനി പറഞ്ഞത് രാജു വരത്തില്ല, ഋതുമോൾക്ക് പനിയാണെന്ന്. അംബിക കള്ള ലക്ഷണത്തോടെ ചുറ്റുപാടും ഇങ്ങനെ നോക്കുന്നുണ്ട്. ഇനി അവിടെ കാണാൻ യാമിനിയോ ആരെങ്കിലും നിൽക്കുന്നുണ്ടോ എന്നാണെന്ന് തോന്നുന്നു. എന്നിട്ട് പ്രതാപനോട് പറയുക, പ്രതാപ, ഞാനും ഋതുകയെക്കുറിച്ചൊരു കാര്യം അറിഞ്ഞു, അത് നിന്നോട് പറയാനാ വന്നത്. എന്താ ചേച്ചി എന്നിങ്ങനെ പ്രതാപൻ ചോദിക്കുമ്പോൾ അംബിക പറയുക, എടാ അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അംബിക പറയുന്നൊന്നും മനസ്സിലാകാതെ പ്രതാപൻ ചോദിക്കുന്നു, പ്രശ്നങ്ങളോ? അതേടാ, അത് ഋതികയും രാജുവും തമ്മിലാ. അവർ തമ്മിൽ വഴക്ക് തുടങ്ങിയിട്ട് കുറേ നാളായി. ഈ ഇടയ്ക്കാണ് കഥകളൊക്കെ മറനീക്കി പുറത്തു വന്നത്. എല്ലാവരും അവനെ നിർബന്ധിച്ചപ്പോൾ ഒരു ചടങ്ങെന്ന പോലെ നമ്മുടെ മോളെ അവൻ കല്യാണം കഴിച്ചതാണത്രേ. അവന് ഋതുമോളോട് അത്ര ഇഷ്ടമൊന്നും ഉണ്ടായിട്ടല്ലെന്ന്. ഇതൊക്കെ കേട്ട് പ്രതാപൻ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുവാണ്. ഇത് തന്നെ നല്ല അവസരമെന്ന് കരുതി അംബിക പറയുക, അവനെ നമ്മുടെ മോളെ ചതിക്കുമായിരുന്നു. അവൻ ഇപ്പോഴും ആ പലിശക്കാരി രുക്മിണിയുടെ മോളുമായിട്ടാണ് അടുപ്പം. അവൻ സന്ധ്യ കഴിഞ്ഞാലേ ആ രമ്യയുടെ വീട്ടിലാ. രാത്രിയിൽ അവിടെ ആ ഊണും ഉറക്കവും ഒക്കെ. എന്നിട്ട് വെളുപ്പാങ്കാലത്ത് അവൻ വീട്ടിലോട്ട് തിരിച്ചു വരുന്നത്. അംബിക ഇങ്ങനെ പറഞ്ഞതൊക്കെ കേട്ടിട്ട് പ്രതാപൻ പറയുക, എന്തിനാ ചേച്ചി ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയുന്നത്? ഒരാളുടെ വ്യക്തിവൈരാഗ്യം ഉണ്ടെന്നും പറഞ്ഞ് ഇങ്ങനെ എന്തും അങ്ങ് പറയാവുന്നുണ്ടോ? അങ്ങനെ പറയുന്നത് വളരെ മോശമാണ്. അവനെ ചേച്ചിയുടെ മോൻ ദീപക്കിനെ പോലെ ഒരു ആവാസനമൊന്നും അല്ല. അവൻ വളരെ നല്ല സ്വഭാവമുള്ള ഒരു പയ്യനാണ്. പിന്നെ രാജുവും ഋതികയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് നമുക്കറിയണം എന്നിങ്ങനെ അംബികയോട് പറഞ്ഞിട്ട് പ്രതാപൻ അങ്ങ് പോവുക. അംബിക മനസ്സിൽ കരുതിയതൊന്നും നടക്കാതെ അംബിക ഇങ്ങനെ നാണിച്ച് വിഷമിച്ചവിടെ നിൽക്കുക. ആ രാജുവിനെ കുറിച്ച് എന്തു പറഞ്ഞാലും ഇവൻ വിശ്വസിക്കത്തില്ല. വെറുതെ അവൻ്റെ വായിലിരിക്കുന്നതെല്ലാം വാങ്ങിക്കൂട്ടുകയും ചെയ്തു. നീ എന്തു പറഞ്ഞാണ് അച്ഛനെയും മോളെയും രാജുവിനെയൊക്കെ തങ്ങൾ തെറ്റിക്കുന്നതെന്ന് ഓർത്ത് അടുത്തുള്ള പരിപാടിക്കായിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ അംബിക അവിടെ നിൽക്കുവാണ്.
അപ്പോൾ ഫ്രണ്ട്സ്, അംബിക അങ്ങനെ തരികട പരിപാടിയും കൊണ്ട് അവിടെ നിൽക്കട്ടെ. അംബികയുടെ പരിപാടി ഒന്നും നടക്കില്ല. അംബികയുടെ കയ്യിൽ വിലങ്ങ് വീഴാനുള്ള ദിവസങ്ങൾ അടുത്തു കഴിഞ്ഞു. അതിനുള്ള ഒരുക്കങ്ങളൊക്കെ വേണുവേട്ടനും രാജുവും തുടങ്ങിക്കഴിഞ്ഞു. ഇനി എന്തൊക്കെയാണ് പ്രതാപന്റെയും പത്മാവതിയുടെയും ജീവിതത്തിൽ നടന്നതെന്നും അവരെ തങ്ങളിൽ പിരിക്കാൻ വേണ്ടി അംബിക നടത്തിയ ക്രൂരകൃത്യങ്ങളുടെ എല്ലാം കഥകളുടെ റിവ്യൂമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.